ഏറ്റവും കൂതറ സിനിമ ലിജോ ഇത്രയും നാൾ അദ്ദേഹത്തിന് എൻ്റെ കരിയർ എടുത്തിട്ടുള്ള വെച്ചിട്ട് പുള്ളി എന്ത് പറഞ്ഞാലും മറ്റേ പാൽപ്പായസം പോലെ എടുത്തിട്ട് എന്തൊരു സത്യസന്ധതയുള്ള ഒരു മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ. ഇന്നലെ പോയി ഞാൻ കണ്ടായിരുന്നു. ഒരു രാത്രിയായപ്പോ വീട്ടിൽ വന്ന് കേറി. എനിക്കൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ കാശ് കൊടുത്ത് ഞാൻ കണ്ട പടത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു വല്ലാത്ത നല്ല ദുരന്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അവിടെ ഇരുന്നിട്ട് ഉറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അവസാനം ഒരു സിനിമ കണ്ടിട്ട് ഉറങ്ങണം എന്ന് വിചാരിച്ച ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ എല്ലാ പടവും പോയി കാണാറില്ല. നല്ല ഒരു ഇത്തിരി ഹൈപ്പും അതേപോലെ നല്ലൊരു ഇത്തിരി പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ പോയി കാണാറുള്ളൂ. അങ്ങനെ ഞാൻ പോയി കണ്ടൊരു പടമായിരുന്നു നമ്മുടെ മരക്കാറ്. ആ പടവും എനിക്ക് ഇതേപോലെ തന്നെ ഉറങ്ങണമെന്ന് തോന്നിയൊരു പടമാണ് തിയേറ്ററിനകത്ത് ഇരുന്ന്. അപ്പോൾ ഈ LJPയുടെ പടങ്ങളുടെ ഒരു പാറ്റേണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം എന്നൊക്കെയാണ് ഞാൻ ഇന്നലെ റിവ്യൂ ഇട്ടപ്പോഴത്തേക്ക് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇത് പക്ഷേ എനിക്ക് ഇപ്പോഴും കുറേയൊക്കെ തെറ്റിപ്പോയി എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്. കാര്യം ആ ഒരു പടം ഇഷ്ടപ്പെടാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. LJPയുടെ ഫാൻസ് ആയിട്ടുള്ളവർക്കും പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേപോലെ ലാലേട്ട ഫാൻസിന് പ്രത്യേകിച്ചും പടം ഭൂരിഭാഗം പേർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടവരുണ്ട്. അവരെ നമ്മൾ മാനിക്കേണ്ടതാണ്. കാര്യം അവരുടെ കയ്യിൽ കാശ് കൊടുത്തിട്ടാണ് പടം കണ്ടേക്കണത്. അപ്പോൾ ഓരോരുത്തർക്കും പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരവരുടേതായ അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കോക്കിന്റെ റിവ്യൂ വന്നിട്ടുണ്ടായി. അപ്പോൾ കോക്കിന്റെ റിവ്യൂ വന്നപ്പോഴത്തേക്കും കോക്ക് അതിനകത്തെന്ന് പറഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ടായി മലയക്കോട്ടെ വാലിബനെ. മലയോടും മലങ്കൾട്ടെന്നാണ് പുള്ളിക്കാരന്റെ മറ്റേ തമ്മിലില്ലാത്ത കൊടുത്തേക്കണം. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു റിവ്യൂ ശൈലിയൊക്കെ നമുക്കറിയാലോ, അമ്മാതിരി കോമഡി സാധനമാണ്. അപ്പോൾ നമുക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പുള്ളിക്കാരൻ്റെ റിവ്യൂ ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആവുന്നുള്ള ആ ഒരു പടത്തിന് കൊടുത്ത കാശ് പുള്ളിക്കാരൻ്റെ റിവ്യൂ ഉണ്ടെങ്കിൽ മുതലാവും എന്നൊക്കെ ഉള്ള ഒരു രീതിക്കാണ് പുള്ളിക്കാരൻ്റെ റിവ്യൂ ഒക്കെ പോകണം. അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ നമ്മൾ പുള്ളിക്കാരൻ്റെ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നല്ല കിഡിലെ റിവ്യൂ ആയിരുന്നു പുള്ളിക്കാരൻ ഇന്നലെ ഇട്ടത്. അപ്പോൾ ഏതാണ്ട് 20 മിനിറ്റോളമൊക്കെ ഉണ്ടായി പുള്ളിക്കാരൻ്റെ റിവ്യൂ. അത് ഞാൻ ഫുള്ള് കുത്തിയിരുന്ന് കണ്ടുകയറി നല്ല രസമുണ്ടായി. ആ പടത്തിൻ്റെ ഫുൾ എൻ്റെ മനസ്സിനകത്തുണ്ടായ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ ആ പടം കണ്ടപ്പോൾ, അത് ഫുൾ എനിക്ക് ഇതിൽ കൂടെ കളയാൻ പറ്റി. അപ്പം ഞാൻ ആ വീഡിയോൻ്റെ, അതായത് നമ്മളെ കോക്കിട്ട് ആ വീഡിയോൻ്റെ കുറച്ച് പോർഷൻ നമുക്കത് കണ്ടു നോക്കാം. ദ വേഴ്സ്റ്റ് ഫിലിം എവർ മെയ്ഡ് ബൈ ലിജോ ജോസ് പെല്ലിശ്ശേരി. ഏറ്റവും കൂതറ സിനിമ ലിജോ ഇത്രയും നാൾ അദ്ദേഹത്തിന് എൻ്റെ കരിയർ എടുത്തിട്ടുള്ള വെച്ചിട്ട് ഒരു ലക്കിനും ലഗാനില്ലാത്ത എന്തുവാ പടച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് മോശം എക്സ്പീരിയൻസാണ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളത്. തിരക്കഥ ആയി കഴിഞ്ഞാലും സംവിധാനമായി കഴിഞ്ഞാലും കുറേ ഗംഭീരമായിട്ടുള്ള വളരെ ഈസ്തെറ്റിക്കലി അത്രയും അപ്പീലിംഗ് ആയിട്ടുള്ള ഫ്രെയിംസ് ഉണ്ട്. കുറേ ഷോട്ട്സ് ഉണ്ട്. മധു നീലകണ്ഠനാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നല്ല വൈഡിൽ നല്ല ശരിക്കും ഒരു പെയിൻറ്റിങ് പോലെയുള്ള കുറേ ഫ്രെയിംസ് ഇങ്ങനെ എടുത്തു വെക്കാനായിരുന്നെങ്കിൽ ലിജോയ്ക്ക് വല്ല മാതൃഭൂമി യാത്രാ മാഗസിനിലൊക്കെ പ്രസിദ്ധീകരിച്ചാൽ പോരെ കുറേ ഫോട്ടോസ് എടുത്തിട്ട്. ഇതെന്തിനെങ്ങനെ ഒരു സാധനം പടച്ചു വെച്ചത്? വല്ലാത്തൊരു കൂതറ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ കോക്ക് പറഞ്ഞതാണ്. അപ്പൊ കോക്കിന്റെ ആ റിവ്യൂ നിങ്ങൾ ഫുള്ള് കണ്ടുനോക്കണം. നല്ല കിടില റിവ്യൂ ആണ്. റിവ്യൂ എന്നൊക്കെ പറയുന്നതിലും ഉപരി അതിന്റെ ഒരു റോസ്റ്റിംഗ് എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഇരിക്കുകയാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു വീഡിയോ. പുള്ളി ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നിരിക്കണാകുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരും. അപ്പൊ അത്രയും കിടില ഒരു റിവ്യൂ ആയിരുന്നു പുള്ളിയുടെ. അതവിടെ ഇരിക്കുക തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ബാക്കിയുള്ള ഒരുപാട് റിവ്യൂവേഴ്സ് ഉണ്ട്, അവരൊക്കെ പല പല മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് ഈ നമ്മുടെ മലയക്കോട്ടെ വാലിബിനകത്ത് വന്നേക്കണം. എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. പടം ഇഷ്ടപ്പെട്ടവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പടം ഇഷ്ടപ്പെടാത്തവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേപോലത്തെ ഒരു ലെവലിനകത്താണ് പടം കിടന്ന് കളിക്കുന്നത്. അല്ലാണ്ട് ഒരു ആവറേജ് പടം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പടത്തിന് അധികം കാണില്ല. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേർക്കും പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടേക്കണ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരാളാണ് നമ്മുടെ ഷസാം. അപ്പൊ ഷസാമിനുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതായത് ഈ കോക്കിന്റെ റിവ്യൂ കണ്ടിട്ട് എല്ലാവരും വന്നിട്ട് ഇവരുടെയൊക്കെ, അതായത് പോസിറ്റീവ് പറയുന്നവരെ റിവ്യൂവിനകത്ത് വന്നിട്ട് പറയും, ഇങ്ങനെയാണ് അവിടെ റിവ്യൂ കാണുന്നത്, കോക്ക് അവിടെ റിവ്യൂ ചെയ്തേക്കണുണ്ടോ, നീ അവനെ കണ്ടുപിടിക്കും, അവനവിടെ വലിച്ചു കീറി ഒട്ടിച്ച്, അതുകൊണ്ട് നിങ്ങളും വലിച്ചു കീറി ഒട്ടിക്കണോ എന്നൊക്കെ ഉള്ള രീതിനകത്തൊക്കെയാണ് ഇവന്മാർ വന്നിട്ട് കമന്റ് ഇടുന്നത്. അപ്പൊ ഇവന്മാർക്കൊന്നും തലയ്ക്ക് ബോധമില്ല എന്നാണ് ഞാൻ ആലോചിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഷസാം പറയണമെന്നൊന്ന് കേട്ടു നോക്കാം. പുള്ളിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, പുള്ളി ഒരു പടത്തിന് ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, അത് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റിവ്യൂവർ ഉണ്ടല്ലേ, പുള്ളി എന്ത് പറഞ്ഞാലും മറ്റേ പാൽപ്പായസം പോലെ എടുത്തിട്ട് എന്തൊരു സത്യസന്ധതയുള്ളൊരുത് എന്ന് പറയുകയും അവൻ ഈ പറയുന്ന സിനിമകൾ ചില പടങ്ങൾ നല്ലതെന്ന് പറഞ്ഞാൽ പൊട്ടിയിട്ടുണ്ട്, പൊട്ടയെന്ന് പറഞ്ഞൊക്കെ ഹിറ്റായിട്ടുണ്ട്. അവനെയൊന്നും ഇത് ചെയ്യാത്ത എന്താ പെയ്ഡ് പ്രൊമോഷനാണ് തേങ്ങയാണെന്നൊക്കെ. സോ എനിക്ക് ആ ഒരു ഞാൻ പറയും, പുള്ളിക്ക് നമ്മളെ അടുത്തൊന്നും ഒരു വിഷയമല്ല. നമ്മൾ ഇന്നും എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരു ക്രിയേറ്ററാണ്.
പക്ഷെ അവനെ ഫോളോ ചെയ്യുന്ന കുറേ എണ്ണത്തിന് ചെറിയതായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുകയാണ്. അത് വരുത്തി തീർക്കൽ കൈ വെച്ചോണ്ടിരുന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായ? വെറുതെ ചുമ്മാ ഞാൻ പറയില്ല, ഒരാൾക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു, എത്രയോ പേരുടെ എനിക്കറിയാവുന്ന കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടേ അപ്പോൾ അവരെയൊക്കെ പൈഡ് പ്രൊമോഷനാണ് എന്തോന്നും പറഞ്ഞു. ഷസാം പറഞ്ഞ ഈ ഒരു കാര്യം എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ കോക്കിന്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ നല്ല കിടിലർ റിവ്യൂ ആണ്, നല്ല അടിപൊളി റിവ്യൂ ആണ് എന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും ഈ കോക്കിന്റെ അതേ ഒപ്പീനിയൻ വന്നോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ എണ്ണം ഉണ്ട്. ഈ കോക്കിന്റെ ഫാൻസ് ആയിട്ടുള്ള കുറെ എണ്ണം, അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളിക്കാരന്റെ വ്യൂവേഴ്സ് ആയിരിക്കും. അപ്പൊ എന്താണെങ്കിലും ഇവര് കിടന്ന് കാട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഒരാൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. ഇപ്പൊ എന്റെ കയ്യിലുള്ള 250 രൂപ പോയി കഴിഞ്ഞാൽ ഞാൻ 250 രൂപ പോയി എന്ന് തന്നെ പറയും. അല്ലാണ്ട് ഞാൻ അവിടെ വന്നിട്ട് പറയൂലോ വളരെ നല്ല പടമായിരുന്നു, എൻ്റെ 250 രൂപ അവർ നല്ല കയ്യിൽ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് പോയി, അങ്ങനെയൊന്നും പറയൂലേ. പോയെങ്കിൽ പോയി എന്ന് തന്നെ പറയും. അപ്പൊ ഈ ഷസാമിന് ഈ പടം ഇഷ്ടപ്പെട്ടുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരന്റെ വീഡിയോന്റെ അടിയിൽ പോയിട്ട് കുറെ എണ്ണം കമന്റ് ഇടാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവിടെ റിവ്യൂ ചെയ്യണം, കോക്കിന്റെ റിവ്യൂ കൊണ്ട് പിടിക്കും, അവനവിടെ വലിച്ചു കീറി ഒട്ടിച്ചു, നീയൊക്കെ ഇങ്ങനെ പോസിറ്റീവും പറഞ്ഞ് താങ്ങിക്കൊണ്ട് നടന്നോ എന്നൊക്കെ ഉള്ള രീതിയിനകത്താണ് ഇവരെ കടീച്ചെന്ന് കമന്റ് ഇടുന്നത്. അപ്പൊ ഇവർക്കൊന്നും തലേനകത്തൊരു ഇച്ചിരി ബോധം പോലും ഇല്ലേ? കാര്യം ഇവർ ഓരോരുത്തരും അവരവരുടെ കയ്യില് ഇത് കൊടുത്തിട്ടല്ലേ കണ്ടേക്കണം. അപ്പൊ അവരവർക്കും അവരവരുടേതായ ഒപ്പീനിയൻ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അല്ലാണ്ട് ഈ മറ്റവനെ കണ്ടുപഠിക്കും മറച്ചവനെ കണ്ടുപഠിക്കുന്നൊക്കെ ഇവരുടെ അടിയിൽ പോയി കമന്റ് ഇടുന്നത് എന്തിനാ? എന്നാ പിന്നെ ഒരു റിവ്യൂ മതിയല്ല പുള്ളി. അതായത് ഇപ്പൊ കോക്കിന്റെ റിവ്യൂ മാത്രം അങ്ങനെയാണെങ്കിൽ മതിയല്ല. അപ്പൊ കോക്കിനെയുള്ള എല്ലാ ഈ ഒരു മറ്റേ റെഫറൻസ് പോയിന്റ് ഒക്കെ ആയിട്ട് വെച്ചേക്കണത്. അങ്ങനെയാണെങ്കിൽ കോക്കിന്റെ റിവ്യൂ മാത്രം മതി. ഈ കോക്കിന്റെ റിവ്യൂ മാത്രം കണ്ടിട്ട് എല്ലാവരും എഴുതുന്നോ? ബാക്കിയുള്ളവരുടെ റിവ്യൂ പിന്നെ എന്തിനാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും റിവ്യൂ തുറന്നു വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ അവനവന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് അത് തന്നെ ഇങ്ങോട്ട് പകർത്തി പറയാനാണെങ്കിൽ പിന്നെ പടം കണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കോക്കിന്റെ റിവ്യൂ കണ്ടിട്ട് അത് ഇങ്ങോട്ട് എടുത്തേക്ക് പറഞ്ഞാൽ പോരെ. പിന്നെ എന്തൊരു പടം കാണണ? ഇങ്ങനെ ബോധമില്ലായ്മ വിളിച്ച് പറയല്ലേ ദൈവത്തെ ഓർത്ത്. നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറ, അല്ലെങ്കിൽ പടം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറ. അല്ലാണ്ട് ഈ ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് മറ്റാളെ വെച്ച് കമ്പയർ ചെയ്യണി. പണ്ട് അമ്മമാരും വീട്ടുകാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ, നീ അപ്പുറത്തെ വീട്ടിലെ ചെക്കനെ കണ്ട് പഠിക്കടാ എന്നൊക്കെ പറയുന്ന ആ ഒരു സെറ്റപ്പ്, അതേപോലത്തെ സാധനങ്ങൾ തന്നെ തലയിൽ വെച്ചിട്ട് ഇരിക്കല്ലേ. അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു എങ്ങനെയാണ് ഒരു സാമൂഹിക സാഹചര്യമൊക്കെ വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാണ്ട് ഇത്രയും ബോധമില്ലാണ്ട് ഇങ്ങനെ കിടന്ന് പറയല്ലേ. അപ്പൊ എനിക്ക് ഇത്ര തന്നെ എനിക്ക് ഇത് കണ്ടപ്പോൾ പറയാൻ തോന്നിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റ ബൈ ബൈ, സീ യു.